പൊന്നുപോലെ നോക്കിയ മോള് ഒരു സുപ്രഭാതത്തിൽ ഇപ്പം നിങ്ങൾ പറയുന്ന നിങ്ങൾ പോയാലും കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഓനെ മതി എന്ന് പറഞ്ഞാൽ ഏത് ബാപ്പാക്കാണ് സഹിക്കുക, ഏത് ഉമ്മാക്കാണ് സഹിക്കുക? സഹിക്കുമോ? ഇല്ല. പക്ഷെ എന്ത് വേണം? സഹിക്കൂല എന്ന് പറഞ്ഞിട്ട് മാത്രമേ കാര്യമില്ല, അതിനുള്ള നിലപാട് ആദ്യം എടുക്കണം, തുടക്കം മുതലേ വേണം. ഇപ്പോൾ ഒറ്റ കാര്യം കൂടി വേണം അവസാനിപ്പിക്കാം, ഇതിൻ്റെ ഭാഗം തന്നെയാണ്, വേറെ വിഷയമല്ല. ഇപ്പോൾ ഈ സ്ത്രീ പുരുഷ സൗഹൃദങ്ങളുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്, അത് പരിധി വിട്ടു പോകുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരാൾ പറയും സാറേ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല, അവരോട് നമുക്ക് എതിർപ്പില്ല. പക്ഷേ പ്രശ്നമായി കഴിഞ്ഞാൽ കൗൺസിലിംഗ് വരാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. ഒരു ഭാഗത്ത് ആധുനികതയുടെ എല്ലാ വിശാലതയും വേണമെന്ന് പറയാം, മറ്റൊരു ഭാഗത്ത് കുട്ടി ചാടി പോകാൻ പാടില്ല എന്ന് പറയാം. രണ്ടും കൂടെ നടക്കൂല, രണ്ടും കൂടെ ഒരിക്കലും നടക്കൂല. ഒരിക്കൽ എൻ്റെ അടുത്തൊരു വാപ്പ വന്നു, എന്നിട്ട് പറയും സാറേ എൻ്റെ മോള് ചാടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം? ആകെ ഒരു മോളാ സാറേ, ഓള് ചാടിപ്പോയി. അപ്പോൾ ഓൾക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടി, കോളേജിൽ പോകാൻ സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞാൽ നല്ല സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്ത്, മൊബൈൽ വേണമെന്ന് പറഞ്ഞാൽ നല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു, ഇൻ്റർനെറ്റ് കണക്ഷൻ, ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തു കൊടുത്ത്, എല്ലാം. അവൾ എത്ര നേരം ഫോൺ ഉപയോഗിച്ചാൽ പോലും ഞങ്ങൾ എതിർത്തൊന്നും പറഞ്ഞില്ല, അത്ര സ്നേഹത്തോടെ നോക്കിയെന്നാണ് അയാൾ പറയാം. എത്ര നേരം പാതിരാത്രിക്ക് ഫോൺ ഉപയോഗിച്ചാലും ആരോട് വിളിച്ച് സംസാരിച്ചാലും ഞങ്ങൾ എതിർത്തില്ല, സ്നേഹമായിട്ട് ഇയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള മോള് ചാടിപ്പോയിട്ടില്ലെങ്കിലല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ? ആ മോള് ചാടിപ്പോയിട്ടില്ലെങ്കിലല്ലേ വരണ്ടേ? എന്താ ആൾ വന്നിട്ട് പറയണ്ടേ സാറേ ഞങ്ങളുടെ മോൾക്ക് എല്ലാ സൗകര്യം, ഫോണും പാതിരാത്രി സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും മോൾക്ക് ലൈനൊന്നും ഇല്ല സാറേ എന്ന് പറഞ്ഞിട്ട് വരണം. ഇപ്പം ലൈനൊന്നുമല്ല, പുതിയ കാലം വേറെ. ആ പേര് പറഞ്ഞ് ഫേമസ് ആക്കണമെന്ന് തോന്നി, ബെസ്റ്റി എന്നാണ് ഒരു പേര്. ഞങ്ങൾ വിചാരിക്കത് സുഹൃത്ത് എന്നുള്ളതിൻ്റെ പുതിയൊരു പേരൊക്കെ, അതൊന്നുമല്ല. അതിനപ്പുറത്ത് വേറെ സാധനമുണ്ട്, FWB എന്നതിൻ്റെ പേര്, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്. മനസ്സിലായില്ലേ? ബെനിഫിറ്റ് എന്താ മനസ്സിലായില്ലേ? ഫിസിക്കൽ ഇൻ്റർകോഴ്സ്. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ് ആണ് ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം. എന്ത്? അവർ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യുന്നു എന്ന് അതിൻ്റെ അർത്ഥം. കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ കോളേജിനെതിരെയുള്ള ആരോപണമായി മാറി. തൊട്ടടുത്തൊരു കോളേജ്, ഇവിടുന്ന് ഇത് പെടണ്ണപ്പാറല്ലേ, ഈ എടവണ്ണപ്പാറ നാട്ടിൽ നിന്ന് വലിയ ദൂരമില്ലാത്ത സ്ഥലത്തുള്ളൊരു കോളേജ്, 90% മുസ്ലിംസ് പഠിക്കുന്നൊരു കോളേജ്. എടവണ്ണപ്പാറന്ന് വലിയ ദൂരമില്ലാത്തൊരു കോളേജ്. നിങ്ങൾ ഒരു കോളേജ് കൂട്ടിക്കോ, മലപ്പുറം ജില്ലയിലാണ് വളരെ പ്രധാനപ്പെട്ട കോളേജ്. അവിടെ നിന്നാണ് ഇപ്പം അടുത്തൊരു കേസിൻ്റെ അടുത്ത് വന്നത്, FWB ആണെന്ന് പറഞ്ഞിട്ട്. FWB എന്ന് പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യുന്ന ബന്ധം, ഒരാണും പെണ്ണും തമ്മിൽ എന്തൊക്കെ ചെയ്യുക അതൊക്കെ ഷെയർ ചെയ്യുന്നു അതിൻ്റെ അർത്ഥം. ബെസ്റ്റ് എന്ന് പറഞ്ഞാലും ആ അർത്ഥമുണ്ട്. പണ്ടത്തെ പോലെ ഫ്രണ്ട്ഷിപ്പൊന്നുമല്ല. പണ്ടത്തെ കാലത്തേക്ക് ഒരു ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലൈൻ്റെ അടുത്ത് പോകാൻ തന്നെ പേടിക്കാരോ അല്ലേ? പണ്ട് ലൈൻ അടിച്ച ഒരു കൈപ്പൊക്കണ്ട, എല്ലാവരും പൊക്കേണ്ടി വരും, അതിന് ഇടക്കാറാവത്. അതല്ല വീഡിയോ എന്തെങ്കിലും കണ്ടാലോ ലൈൻ അടിച്ചവരൊക്കെ കൈപ്പൊക്കാറ്, എല്ലാവരും അടിച്ചിട്ടുണ്ടാവും ഒരു കാലത്ത്. ഒരു ക്രഷ് എന്നൊക്കെ പറയും. ചിലപ്പോൾ ലൈൻ അടിച്ചിങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. എന്നാളൊരു ഒരു മൂലാരിറ്റിൻ്റെ ഒരു അനുഭവം പറയണേ. മൂലാരിറ്റി പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ ദർസിൽ പഠിക്കുന്ന മുത്താലിമ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂലാരിറ്റിയാണ്. ഈ മൂലാരിറ്റിന് 3 പെൺകുട്ടികൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കിസ് ചെയ്തു. ഇത് ഹക്ക് പറയാം, അള്ളാഹുവിൻ്റെ സാക്ഷി എടുത്ത് തമാശ പറയല്ല, ഹക്ക് ഉണ്ടായ സംഭവം പറയാം. അത് ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്താണ് കൈകാര്യം ചെയ്ത് ആ കേസ്. എടാ പെൺകുട്ടികളെ 3 സ്കൂളിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇവർ ഈ മുത്താലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പാവങ്ങളായി ഒരു നല്ല സ്വഭാവമൊക്കെ ആയിട്ട് ഒരു അച്ചടക്കത്തോടു കൂടെ ഈ കുട്ടിനെ കാണാനൊരു വെളുത്തിട്ടാണ്. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കണം ഈ പെൺകുട്ടികളൊക്കെ ഏറെ സാധനങ്ങൾ, അതായത് പറയുന്നത് എടി ആ മൂലരിട്ടിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ, നമുക്ക് ഉമ്മ കൊടുക്കുക. ഈ 9ാം ക്ലാസ്സിലുള്ള പെൺകുട്ടിക്ക് 14 വയസ്സ് 15 ഉണ്ടാവുള്ളൂ. ഈ പെൺകുട്ടി പറയാം എടി അതിലൊന്ന് കിസ് ചെയ്താലോ. അപ്പോൾ ഇവിടെ ഇച്ച് കിസ് ചെയ്താൽ ഞാനും കിസ് ചെയ്യുന്നു. അങ്ങനെ ഇവർ 3 ആളും കൂടെ ചാടി വീണ് ആക്രമിച്ചു. പാവപ്പെട്ട ബുദ്ധി ഹക്കാണ് ഞാൻ പറയട്ടെ, തമാശ പറയില്ല. എനിക്ക് എൻ്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളുണ്ട്, അദ്ദേഹം കൈകാര്യം ചെയ്ത കേസ് അദ്ദേഹത്തിൽ നേരിട്ട് ഞാൻ കേട്ടതാണ്. ഇതാണ് അവസ്ഥ. ഭയങ്കര സാധനങ്ങളാണ് ഈ പെണ്ണുങ്ങളിപ്പോൾ പുതിയ തലമുറയിൽ, എല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഈ വിഷയത്തിലും കൂടെ ഒരു തീരുമാനം എടുക്കാമോ. ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞില്ലേ? മൊബൈലിൻ്റെ കാര്യം നിങ്ങൾ മക്കൾ വീട്ടിൽ പോയിട്ട് തീരുമാനം എടുക്കും. മക്കളെ നമ്മളിത് ഡിവൈസിൻ്റെ കാര്യം എന്നിട്ട് നിങ്ങൾ അപ്പോൾ കുട്ടികൾ 2 വയസ്സ് 2.5 വയസ്സുള്ള കുട്ടികൾ ഇതിൽ അടിമപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അപ്പോൾ എന്തെങ്കിലും ഐഡിയ എടുക്കുക. അതിൻ്റെ ഐഡിയ എന്താ വെച്ചാൽ പുതിയ എന്തെങ്കിലും ടോയൊക്കെ വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് അവരുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക. ഒരു പുതിയൊരു സാധനം കിട്ടുമ്പോൾ ഒരു 100% അറ്റൻഷൻ അതിലേക്ക് വരും കുട്ടികൾക്ക്. എന്നിട്ടിത് മാറ്റാം. ഒന്ന് പുതിയത് കൊടുക്കാതെ മാറ്റിയാൽ അവർ ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഇനി ഒരു കുട്ടികൾ പിന്നെ ഘട്ടമായിട്ട് മാറ്റി കൊണ്ടുവന്നിട്ട് പിന്നെ 5 വയസ്സിന് മേലെയുള്ള 10, 12, 15 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ വെടിവെക്കുന്ന റേസിംഗ് ഗെയിമുകൾ അല്ലാത്ത ഇൻ്റലക്ച്വൽ ഗെയിമുകൾ ഉണ്ടാവും. ബുദ്ധി വർദ്ധിപ്പിക്കുന്ന പസിൽസോ
അതുപോലെ തന്നെ ബ്രിക്സിൻ്റെ ഗെയിമോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളില്ലാത്ത രസകരമായ ഗെയിം കുറഞ്ഞ സമയമൊക്കെ വല്ലപ്പോഴും ഞാൻ പറഞ്ഞു, ഒന്നും അല്ല കേട്ടോ, കളിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആ കുട്ടികളും അസാംസ്കാരിക പ്രവർത്തനങ്ങൾ വൃത്തികെട്ട പലതും ഇതിനകത്ത് കാണുന്നത് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ഒരു കുട്ടി പറഞ്ഞു, 12 വയസ്സുള്ള ഒരു കുട്ടി ആവശ്യമില്ലാത്ത ഇതിൽ കണ്ടിട്ട് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, ഓൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു, വാക്ക് ഞാൻ പറയുന്നില്ല, എങ്ങനെ സെർച്ച് ചെയ്താൽ രസകരമായ സംഭവങ്ങൾ കാണാം. അപ്പോൾ എന്താ വൃത്തികേടാണ് അവൻ കാണുന്നത്. എന്നിട്ട് ആ വൃത്തികേട് സ്വന്തം പെങ്ങളിൽ, സ്വന്തം സിസ്റ്ററിൽ അവൻ ചെയ്തു, നടന്നില്ല, ശ്രമിച്ചു, അങ്ങനെയാണത് പിടിച്ചത്. ഒക്കെ നമ്മളിപ്പോൾ പുതിയ തലമുറയിൽ കാണുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ സംഭവം എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്തൊന്ന് ചിരിച്ചിട്ട് മരിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനൊരു മൂല്യത്തോടു കൂടെ ജീവിക്കണം. ഞാൻ അവസാനമായിട്ടൊരു വാക്ക് പറയുന്നു. നിങ്ങൾ അള്ളാഹിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെ വല്ലാതെ മുറുകെ പിടിച്ച് അവരെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുക. മുത്തറസൂൽ പറഞ്ഞിട്ട് തന്നെ ഉണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യഹ്ബബുക്കും. വല്ലാത്തൊരു വാക്കാണത്. അത് എനിക്ക് വിവരമില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് കിട്ടുന്നത് പറയുകയാണെങ്കിൽ തന്നെ മണിക്കൂറുകൾ ഞാൻ പറയാം. അത്ര വിശാലമായ മാറ്ററാണത്. റസൂലുള്ളാഹി പറയാ, അള്ളാഹ് പറയാണ്, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആരോട്? നമ്മളോട് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക, ഇത്തിബാ ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. ആ അവിടെ ശരിക്കും അവിടെ എന്നെ മഹബത്ത് വെക്കുക എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് അവിടെ ഇത്തിബാവ് എന്നുള്ള ഭാഗം വന്നുകൊണ്ട് ചർച്ച ഉണ്ട്. അതിൻ്റെ ചർച്ചൻ്റെ മറുപടി എന്താ വെച്ചാൽ, മഹബത്ത് പൂർണ്ണമാകുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ വരുമ്പോഴാണ്. അപ്പോൾ ആ മഹബത്ത് പ്ലസ് അതിൻ്റെ എക്സ്പ്രഷൻ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഇത്തിബാവ് എന്നുള്ള പദം അവിടെ വന്നത് എന്ന് ഇമാമിങ്ങൾ അതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലേ? ഇത്തിബാവ് എന്നുള്ള പ്രയോഗം വരാനുള്ള കാരണം അതാണ്. അപ്പോൾ ആ മഹബത്ത് വേണം, ആ മഹബത്തിനനുസരിച്ചിട്ടുള്ള ജീവിതം കൂടെ വേണം. അത് എക്സ്പ്രഷനും വേണം. സ്വലാത്തായിട്ടും വരും, നമസ്കാരങ്ങളായിട്ടും വരും, സൂക്ഷ്മതയുള്ള ജീവിതമായിട്ടും എല്ലാമായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കോളിന്നല്ല, ഇങ്ങോട്ട് വരിയെന്നാണ് പറഞ്ഞത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെന്ത് ചെയ്യും? യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾ സ്നേഹിക്കുന്ന. അപ്പോൾ അതൊന്ന് മക്കൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ പാരായണമൊക്കെ ചെയ്യുന്നൊരു ജീവിതം. ബാപ്പ ഉമ്മി എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഒന്ന് ആലോചിക്കും, എന്ത് രസമുണ്ടാവും വീട്ടിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നൊരു വീട്. ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, സാറേ ഇവിടെ സുബഹിനെ കിട്ടുന്നില്ല. എടാ തഹജ്ജുദ് സുബഹിനെ കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ തഹജ്ജുദ്? ഒരു കാര്യം ഞാൻ അടിവരായിട്ട് പറയാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ 2 മണിക്ക് ഉറങ്ങിയാലും 4 മണിക്ക് എഴുന്നേക്കും, 3:30 ഉറങ്ങിയാലും 4 മണിക്ക് നിങ്ങൾ എഴുന്നേക്കും, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ. ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഗൾഫ് പോകണ തലേന്ന് രാത്രി 2:30 ഉറങ്ങിയാലും 4 മണിക്ക് എഴുന്നേക്കുന്നില്ലേ? ഇല്ലേ? ഫ്ലൈറ്റ് മിസ്സാവും വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ടൂറ് പോവുകയാണെങ്കിൽ ടൂറ് മിസ്സാകുമെന്ന് വിചാരിച്ചിട്ട് എഴുന്നേക്കുന്നില്ലേ? അപ്പം അത്ര പോലും അള്ളാഹുമായിട്ടുള്ള ഒരു സമ്പർക്കം, ഒരു മീറ്റിംഗ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതല്ല എന്നതുകൊണ്ടല്ലേ എങ്ങനെ വരുന്നത്. ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് അള്ളാഹിനെ ആലോചിക്കണമെങ്കിൽ എന്ത് വരണം എന്നറിയോ? അസുഖം വരണം. അസുഖം വരണം, വേണ്ടേ? അള്ളാഹ് നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ പറ, ഞാൻ നീട്ടിക്കൊണ്ട് പോയാലുണ്ട്, 5 മിനിറ്റ് അവസാനിപ്പിക്കാനാണ്. പക്ഷെ അത് അവസാനം അതിൻ്റെ കൺക്ലൂഷനാണത്. ഇന്നത്തെ കാലത്ത് നമ്മൾ അള്ളാഹിനെ ഏറ്റവും കൂടുതൽ വിളിക്കുക എപ്പോഴാണ്? നമുക്ക് അസുഖം ഉണ്ടാകുമ്പോഴാണോ ഇല്ലാതിരിക്കുമ്പോഴാണോ? എപ്പോഴാ? ഉണ്ടാകുമ്പോഴല്ലേ? അല്ലേ? എന്തൊരവസ്ഥ! അതന്നെ കഷ്ടകാലം. രോഗം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ വിളിക്കാം, അത് വിളിക്കണ്ടെന്നല്ല പറയുന്നത്. അപ്പം നമ്മളെ രോഗം മാറ്റിത്തരാൻ മാത്രമാണോ അള്ളാഹു? ആണോ? വിസ പാസ്സാക്കി തരാൻ മാത്രം അള്ളാഹു? ഊരവേദന മാറ്റാൻ ഡോക്ടർ അള്ളാഹു? കല്യാണം ശരിയാക്കാനും വീട് ശരിയാവാനും സ്ഥലം വിറ്റ് പോകാനും മാത്രം അള്ളാഹു? ആണോ? അള്ളാഹിനോട് ചോദിക്കേണ്ട പരമപ്രധാനമായ കാര്യം എന്താ പറയുക? പടച്ചോനെ എന്നൊന്ന് കൊന്നുതരണമെന്നാ. അതെന്താ കൊന്നുതരണം? അനാനിയത്തിനെ കൊല്ലണം എന്നാണ് പറയുന്നത്. എൻ്റെ ഉള്ളിൽ ഞാൻ എന്നുള്ള അഹങ്കാരമുണ്ട്, അതൊന്നും ഇല്ലാതാക്കിയിട്ട് ഞാൻ നീയിൽ ലയിക്കുന്ന ആ ഒരു പ്രത്യേകമായൊരവസ്ഥ, ഫനാ എന്ന് പറയുന്നതിന്. ഫനാ സംഭവിച്ചിട്ട് നിസ്കരിച്ചാലുണ്ടല്ലോ, നിസ്കാരത്തിൽ നിന്ന് ഇങ്ങോട്ട് വരില്ല മക്കളെ. എന്തോ ഒരു ആനന്ദം അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നിസ്കരിച്ചിട്ട് 10 ജ്യൂസ്, 1 കോടി ജ്യൂസ് കുടിച്ചതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടുക, ആനന്ദം കൊണ്ട് ഇങ്ങനെ. അപ്പോഴാണ് ഇവരൊക്കെ വിളിച്ച് പറഞ്ഞത്, ഐന അബ്നാ ഉൽ മുലൂക്ക് അൻ ഹാദിഹിൽ ലദാത്ത്. ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് ഒരു AC, ഒരു എയർ കണ്ടീഷണർ, ഒരു ഫാനും ഒന്നും ഉണ്ടാവില്ല. ഈ ഗുഹൻ്റെ ഉള്ളിൽ നിന്നും കാട്ടിൽ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടൊക്കെ ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് ഔലിയാക്കന്മാർ വിളിച്ച് പറഞ്ഞ് ആ ഘട്ടത്തിലാണ്